പിണറായിയുടെ തല കൊയ്യാൻ RSS ഇനാം പ്രഖ്യാപിച്ചു. പിണറായിയുടെ തല കൊയ്യാനാണ് RSSന്റെ ആഹ്വാനം. മുഖ്യമന്ത്രി CPIMന്റെ മുതിർന്ന നേതാവ് പിണറായി വിജയന്റെ തല കൊയ്യാൻ RSSന്റെ ആഹ്വാനം. ഒരുപക്ഷെ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കേരളം ഈ വാർത്ത ശ്രവിക്കുക. ഇതിന്റെ വിശദാംശങ്ങളാണ് തുടർന്ന് പീപ്പിൾ TVയിലെത്തുക. പിണറായിയുടെ തല കൊയ്യാൻ RSS ആഹ്വാനം. നിരവധി തവണ വിവിധ ഭീഷണികൾ RSSന്റെ ഭാഗത്ത് നിന്ന് പിണറായി വിജയന് നേരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയായ ശേഷം പിണറായി വിജയന്റെ തല കൊയ്യാനുള്ള RSSന്റെ ആഹ്വാനമാണ്, ഇനാം പ്രഖ്യാപിച്ചുള്ള ആഹ്വാനമാണ് ഏറ്റവും പ്രധാനമായും പുറത്തെത്തുന്നത്. ഒരുപക്ഷെ വലിയ ഞെട്ടലോടുകൂടി ഇന്ത്യ തന്നെ വീക്ഷിക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തെത്തുന്നത്. മുഖ്യമന്ത്രി CPIMന്റെ മുതിർന്ന നേതാവ് പിണറായി വിജയന്റെ തല കൊയ്യാൻ RSS ആഹ്വാനം നൽകിയിരിക്കുന്നു. ആ ആഹ്വാനം ഇനാം പ്രഖ്യാപിച്ചുള്ള ആഹ്വാനമാണ് എന്നതാണ് അതിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. നിരവധി തവണ RSSന്റെ വധശ്രമങ്ങളിൽ നിന്നും തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട വ്യക്തിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യം കൂടി നമ്മൾക്കറിയാവുന്നതാണ്. ഒരു പക്ഷേ അതിനെയൊക്കെക്കാൾ കൂടുതൽ പ്രത്യേകതയും ഗൗരവവും ഈ ഘട്ടത്തിൽ വർദ്ധിക്കുന്നത് മുഖ്യമന്ത്രിയായ ശേഷമാണ് പിണറായി വിജയനെതിരെ ഇത്തരത്തിലൊരു ആഹ്വാനം RSSനെ പോലൊരു സംഘടന പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ്. അതും തല കൊയ്യാൻ എന്നുള്ളതാണ് ആഹ്വാനം. ഒരുപക്ഷെ ISIS മാതൃകയിൽ തീവ്രവാദപരമായ ഒരു ആഹ്വാനം എന്നതിനേക്കാൾ ഉപരി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഊർജം കൂടി നൽകുന്ന പ്രസ്ഥാനമാണ് RSS എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം കൂടി RSS മറന്നിരിക്കുന്നു എന്ന ഗൗരവം കൂടി വർദ്ധിക്കുകയാണ്. അതും ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ തല കൊയ്യാൻ RSS പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ ഗൗരവമായി എടുക്കേണ്ടത്. ഒരുപക്ഷെ കേരളം ഏറ്റവും ഞെട്ടലോടുകൂടി നോക്കുന്ന ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തല കൊയ്യാൻ 1 കോടി രൂപയാണ് RSS ഇനാം പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി CPIMന്റെ മുതിർന്ന നേതാവ് പിണറായി വിജയന്റെ തല കൊയ്യാൻ 1 കോടി രൂപ RSS ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തെ വാർത്തയിലേക്കാണ് പീപ്പിൾ TV പോകുന്നത്. ഒരു പക്ഷേ ഗൗരവമായ കാര്യങ്ങൾ. എംപിയും MLAയും ഒക്കെ പങ്കെടുക്കുന്ന വേദിയിലാണ് RSS ഈ ആഹ്വാനം നടത്തിയത്. ഒരുപക്ഷെ ഗൗരവമായ കാര്യം. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഏത് യോഗത്തിൽ വെച്ചാണ് RSS ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത്, തീവ്രവാദ പ്രഖ്യാപനം നടത്തിയത്? അജിംഷാദ്, മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നുള്ള RSS പ്രമുഖനായ ചന്ദ്രാവത്താണ് ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല കൊയ്യുന്നവർക്ക് 1 കോടി രൂപ താൻ നൽകും എന്നാണ് ചന്ദ്രാവത്ത് ഒരു പൊതു ചടങ്ങിൽ വെച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തുക സ്വന്തം സ്ഥലം വിറ്റാണെങ്കിലും കണ്ടെത്തും എന്നും ചന്ദ്രാവത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പൊതു ചടങ്ങിൽ അവിടുത്തെ ഉജ്ജയിനിലെ MP ചിന്താമണി മാൾവ്യ, MLA മോഹൻ യാദവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പ്രാദേശിക ചാനലാണ് ഇക്കാര്യം ആദ്യമായി പുറത്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ RSS അടക്കമുള്ളവരുടെ പ്രതികരണം തേടാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. എന്തായാലും ഉജ്ജയിൻ ഭാഗത്തുള്ള പ്രമുഖനായ നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഉജ്ജയിനിൽ നിന്നുള്ള പ്രമുഖ സ്ഥാനം, RSSന്റെ പ്രമുഖ സ്ഥാനം ലഭിച്ചിരിക്കുന്ന നേതാവാണ് ചന്ദ്രാവത്ത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നേതാക്കൾക്കെതിരെയുള്ള കൊലവിളി പ്രസംഗങ്ങളൊക്കെ ചന്ദ്രാവത്ത് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പലതരം കേസുകളൊക്കെ ഇദ്ദേഹത്തിന് പിന്നിലുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടി വരും. കാരണം 2 മാസങ്ങൾക്ക് മുമ്പ് ഭോപ്പാലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിക്കാനിരിക്കെ അവിടെ വെച്ച് ഇദ്ദേഹത്തെ തടയാനൊക്കെ ഈ RSS നേതൃത്വം ശ്രമിച്ചിരുന്നു, ബജ്രംഗ് പ്രവർത്തകരൊക്കെ ശ്രമിച്ചിരുന്നു. അന്ന് മധ്യപ്രദേശ് BJP അധികാരത്തിലുള്ള മധ്യപ്രദേശ് സർക്കാർ ഏതെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയില്ല. അദ്ദേഹത്തിന് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നിരുന്നു. പിന്നീട് മംഗലാപുരത്തിലെ സന്ദർശനമൊക്കെ ഇത്തരത്തിൽ നേതാക്കൾ ഭീഷണി മുഴക്കിയെങ്കിൽ പോലും അദ്ദേഹം അവിടെ എത്തി ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് കേരളത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ RSSനെ നിരന്തരം അവഹേളിക്കുകയാണ് പിണറായി വിജയൻ. ഈ സാഹചര്യത്തിലാണ് പിണറായി വിജയന്റെ തല കൊയ്യുന്നവർക്ക് 1 കോടി രൂപ ഇനാമായി ഈ ചന്ദ്രാവത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
സന്തോഷ് സർലിംഗ്, വലിയ പ്രധാനപ്പെട്ട വാർത്ത. ഒരുപക്ഷെ ഇത്തരത്തിൽ മധ്യപ്രദേശിൽ ഒരു പൊതുപരിപാടിക്ക് ഔദ്യോഗികമായി തന്നെ ചെല്ലുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സർക്കാർ വിലക്കിയിരുന്നു. അന്നും പറഞ്ഞിരുന്ന കാരണം RSSന്റെ വധഭീഷണി ഉണ്ട് എന്നതാണ്, അല്ലെങ്കിൽ RSSന്റെ ഭീഷണി ഉണ്ട് എന്നതാണ്. മംഗളൂരുവിലും ഇതിന് സമാനമായ ഭീഷണി പിണറായി വിജയന് നേരെ ഉണ്ടായി. ഒരുപക്ഷെ കണ്ണൂരിലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്ത് RSS നീങ്ങുന്നത് ഒരു കൊലവിളിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് കേരളം വലിയ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ഒരുപക്ഷെ ഇതിനെതിരെ നിയമ നടപടികൾ പോലും സ്വീകരിക്കേണ്ടതല്ലേ? അജുംഷാദ്, ഇത് വളരെ ഒരു ആസൂത്രിതമായ അല്ലെങ്കിൽ ആസൂത്രണത്തിന്റെ ഫലമായാണ് ഇത്തരം ഒരു കൊലവിളി പ്രസംഗമായി കണക്കാക്കേണ്ടി വരും. കാരണം കേരളം നമുക്ക് വിട്ടു പരിശോധിക്കാം. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ച് കണ്ണൂരിൽ സമാധാന ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ആ കേരളം വിട്ടാൽ മറ്റു സംസ്ഥാനങ്ങളിൽ BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടന വളരെ തിരക്കഥ പോലെ അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായി കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെയും കരുതിവേരി തിരിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പല അക്രമം വളരെ കൂടുതലാണ്, രാഷ്ട്രീയ അതിക്രമങ്ങൾ കൂടുതലാണ് എന്നൊക്കെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ആസൂത്രിതമായി നടത്തുന്നുണ്ട്. ഡൽഹിയിൽ AKG സെന്റർ 2 തവണയാണ് സംഘപരിവാർ സംഘടനകൾ ആക്രമിച്ചത്. കേരളത്തിലെ BJP നേതാക്കൾ തന്നെയാണ് ഇതിനു വേണ്ടുന്ന സഹായങ്ങളൊക്കെ പലപ്പോഴും മറ്റു നേതാക്കൾക്കൊക്കെ നൽകുന്നത്. മധ്യപ്രദേശിലാകട്ടെ മംഗലാപുരത്താകട്ടെ എല്ലാ സംസ്ഥാനങ്ങളിലും ആസൂത്രിതമായി RSS ഇത്തരം ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രചാരണത്തിന് പിന്താങ്ങുന്ന രീതിയിലുള്ള നടപടികളുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വോട്ട് കിട്ടാതായപ്പോൾ, പ്രതീക്ഷിച്ച നിയമസഭാ സീറ്റുകൾ കിട്ടാതായപ്പോൾ RSSന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു നീക്കമായാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നീക്കമായാണ് ആദ്യമൊക്കെ കണ്ടതെങ്കിൽ ഇപ്പോൾ അതിനപ്പുറം രീതിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത്രയൊക്കെ നാളായിട്ട് പോലും വളരെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ എല്ലാ ഒത്താശയും ഉണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അപ്പോൾ കേന്ദ്ര നേതാക്കൾ ഡൽഹിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഇതൊരു വലിയൊരു വിഷയമായി പർവ്വതീകരിക്കാനുള്ളൊരു ശ്രമം, ഇതൊക്കെ ഈ ഒരു അവരുടെ മനസ്ഥിതിയാണ് ഇപ്പോൾ ഈ ഉജ്ജയിനിൽ നിന്നുള്ള RSS പ്രമുഖിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അജിംഷാദ്, അതായത് വസ്തുവിറ്റും ഇനാം പ്രഖ്യാപിക്കുന്നതിലേക്കാണ് ഈ ഭീകരവാദി നേതാവ്, ഈ RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് പോയിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിനേക്കാൾ ഉപരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. MPമാരും MLAമാരും ഉള്ള ഒരു യോഗത്തിൽ വെച്ചാണോ ഈ കുന്ദൻ ചന്ദ്രാവത്ത് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത്? ആ പ്രസ്താവന നടത്തിയ അന്തരീക്ഷം അടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയാൽ സന്തോഷ്. അജിംഷാദ്, ഒരു പ്രാദേശിക ചാനലാണ് ഈ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് ഇന്ത്യ ടുഡേ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം ഏറ്റുപിടിക്കുന്നുണ്ട്, അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇതൊരു BJP നടത്തുന്ന ഒരു പൊതുയോഗമായിരുന്നു. സ്ഥലം MP, MLAമാർ തുടങ്ങിയവരൊക്കെ സന്നിഹിതരായിരുന്ന ഒരു ചടങ്ങ്. ഈ ചടങ്ങിൽ വച്ചാണ് മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത്തരത്തിലൊരു വെല്ലുവിളി, ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കുന്ദൻ ചന്ദ്രാവത്ത് എത്തിയത് എന്നതാണ് ശ്രദ്ധേയം. മറ്റേതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ MPമാരോ MLAമാരോ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. RSSനെ പോലുള്ള ഒരു സംഘടനാ ഭാരവാഹിയായ കുന്ദൻ ചന്ദ്രാവത്തിന്റെ ഇത്തരം പ്രസംഗങ്ങളെ ഏതെങ്കിലും രീതിയിൽ അപലപിക്കേണ്ടതായിരുന്നു ഉത്തരവാദിത്തമുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന MPമാരോ MLAമാരോ. പക്ഷെ അവരൊന്നും ഇതിനെ പ്രതിരോധിച്ചില്ല എന്ന് മാത്രമല്ല, പിന്തുണയ്ക്കുക തന്നെ ചെയ്ത്. അത് RSSന്റെ ഒരു മനോഭാവം തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ ഈ വലിയൊരു കൊലവിളി പ്രസംഗം അത് എങ്ങനെ നൽകും എന്നുവരെ ചന്ദ്രാവത്ത് പറഞ്ഞിരിക്കുന്നു. തൻ്റെ സ്വന്തം സ്വത്ത് വിറ്റിട്ടാണെങ്കിൽ പോലും ഇത് നൽകും എന്നാണ് പറഞ്ഞത്. RSSനുള്ളിലെ ആ വൈകാരിക ഭാവം തന്നെയാണ് അവിടെ വ്യക്തമായത്. വളരെയേറെ RSS നേതാക്കളൊക്കെ ആ ചടങ്ങിൽ സന്നിഹിതരുമായിരുന്നു. അജിംഷാ, തീർച്ചയായും കേരളത്തിന്റെ 22ാമത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കൊല്ലാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു RSS. മധ്യപ്രദേശിലെ പ്രമുഖ് കുന്ദൻ ചന്ദ്രാവത്ത് ആണ് ഇത്തരത്തിൽ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയനെ വധിക്കാൻ തലകൊയ്യാനുള്ള ആഹ്വാനം നടത്തിയിരിക്കുന്നത്. അതും ദില്ലിയിൽ MPമാരും MLAമാരും ഒക്കെ ഉള്ള ഒരു സദസ്സിൽ വെച്ചാണ്
കുന്ദൻ ചന്ദ്രാവത്ത് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത്. ഒരു ലോക്കൽ ചാനലാണ് ഇതുമായി, ഒരു പ്രാദേശിക ചാനലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത്. അതിനുശേഷം ദേശീയ മാധ്യമങ്ങൾ ഈ വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. സന്തോഷ്, എന്ത് കാരണമാണ് RSS ഇപ്പോൾ പിണറായി വിജയന്റെ തല കൊയ്യാനുള്ള ആഹ്വാനത്തിലേക്ക് എടുത്തു കാട്ടപ്പെടുന്നത്? ഒരുപക്ഷെ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ പിണറായി വിജയൻ ഇത്തരത്തിലൊരു വലിയ നേതാവായി ഉയരുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയനെ കൊല്ലാൻ കണ്ണൂരിൽ പല വിധത്തിലും RSS കാര്യങ്ങൾ നീക്കിയ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായ ശേഷവും അദ്ദേഹത്തിൻ്റെ തല കൊയ്യാനായി ആഹ്വാനം നടത്തണമെങ്കിൽ എന്ത് കാരണമാണ് ഈ കുന്ദൻ ചന്ദ്രാവത്ത് ഇപ്പോൾ എടുത്തു കാട്ടുന്നത്? അജിംഷാദ്, അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചന്ദ്രാവത്തിന്റെ പ്രസംഗം തന്നെ നമുക്ക് പരിശോധിക്കാം. പ്രസംഗത്തിൽ ഈ കാരണങ്ങൾ കൂടി ചന്ദ്രാവത്ത് വ്യക്തമാക്കുന്നുണ്ട്. അതിലൊന്ന്, RSS കുറെ നാളായി ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്നവ തന്നെയാണ്. സംസ്ഥാനത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം രാഷ്ട്രീയ അക്രമങ്ങൾ കൂടുന്നു. പല ജില്ലകളിലും രാഷ്ട്രീയ അതിക്രമങ്ങൾ കൂടുന്നു. ഇതിനെതിരെ സംസ്ഥാനത്തു നിന്നുള്ള BJP നേതാക്കൾ വലിയ ഘോഷയാത്ര നടത്തുന്നു. വലിയ പ്രതിഷേധങ്ങൾ തീർക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലത്തും കഴിയുമെങ്കിൽ തടയുക, അദ്ദേഹത്തിന്റെ തല കൊയ്യുക എന്നാണ് ചന്ദ്രാവത്ത് പറയുന്നത്. കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ അതിക്രമങ്ങൾ, കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്, RSS നേതാക്കളെ അവഹേളിക്കുന്ന പ്രസംഗം നടത്തുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഗാന്ധി വധത്തെക്കുറിച്ചൊക്കെ അതിനു പിന്നിലെ RSS കൈകളൊക്കെ കുറിച്ചൊക്കെ നാഥുറാം വിനായക് ഗോഡ്സെയുടെയൊക്കെ RSS ബന്ധമൊക്കെ പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങളൊക്കെ നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ചന്ദ്രാവത്തിന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാണ്. ഇത് ഒരു സാധാരണ അജ്ഞാത ഭീഷണികളൊക്കെ മുഖ്യമന്ത്രിമാർക്ക് വരാറുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രികൾ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും, ആഭ്യന്തര വകുപ്പിന് അതിനെ സംബന്ധിച്ചൊക്കെ പരാതികളൊക്കെ ലഭിക്കാറുണ്ട്. പക്ഷെ ഇത് ഒരു സാധാരണ അജ്ഞാത ഭീഷണിയായി കാണാനില്ല. കാരണം RSSന്റെ സംഘടനാപരമായി ഉയർന്ന സ്ഥാനത്തുള്ള ഉജ്ജയിനിലെ ഒരു നേതാവ് പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നു. ആ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടി വരും. RSS അണികളെ ആഹ്വാനം ചെയ്യുന്ന ഈ പ്രസംഗം സ്വാഭാവികമായി അവർ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം കൂടി നമുക്ക് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അജിംഷാദ്, ഇപ്പോൾ നമ്മോടൊപ്പം DYFI നേതാവ് ശ്രീ മുഹമ്മദ് റിയാസ് കൂടി ചേരുകയാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ 22ാമത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ വധിക്കാൻ, തല കൊയ്യാൻ പണം നൽകി ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ആഹ്വാനം ഒരു പ്രമുഖ RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്ത് നടത്തിയിരിക്കുന്നു, MLA-മാരുടെയും MP-മാരുടെയും സാന്നിധ്യത്തിൽ. എന്താണിത്? അതെ, ഈ വാർത്ത ഇപ്പൊ അറിയുവാനിടയായി. ഡോക്ടർ ചന്ദ്രാവത്ത് RSSന്റെ പ്രമുഖാണ്, മധ്യപ്രദേശിലെ ഉജ്ജയിൻ. അദ്ദേഹം 1 കോടി രൂപ സഖാവ് പിണറായി വിജയന്റെ തല കൊയ്യുന്നവർക്ക് നൽകുമെന്നും ആ 1 കോടി രൂപക്ക് വേണ്ടി ഭൂമി വരെ വിൽക്കാൻ തയ്യാറാണെന്ന് പ്രസംഗിച്ചിരിക്കുകയാണ്. ഈ പ്രസംഗം നടത്തുന്ന സമയത്ത് BJPയുടെ സംസ്ഥാന പ്രധാനപ്പെട്ട നേതാവും ലോകസഭാ അംഗവുമായ ചിന്താമണി മാൽവിയ ആ വേദിയിലുണ്ടായിരുന്നു. അവിടുത്തെ MLA-യും അവിടുത്തെ BJPയുടെ അറിയപ്പെടുന്ന നേതാവുമായ മോഹൻ യാദവ് അതേ വേദിയിലുണ്ടായിരുന്നു. ഇവരാരും ഇതിനെ തള്ളി പറഞ്ഞിട്ടില്ല, ഇവരാരും ഇത് തടയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഇത് ഡോക്ടർ ചന്ദ്രാവത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. RSSന്റെ പ്രമുഖ് നടത്തിയിട്ടുള്ള ഇത്തരം ഒരു അഭിപ്രായം RSSന്റെ നേതാക്കന്മാരുടെയും BJP നേതാക്കന്മാരുടെയും ഒക്കെ മനസ്സിലുള്ള കാര്യമാണ്. അവരുടെ നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടുള്ള അഭിപ്രായമാണ്. ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്, വളരെ ഗൗരവമേറിയ വിഷയം. ഇത് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. വളരെ ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ശ്രമം കൂടിയാണ്. ഇപ്പൊ ഇവിടെ ജനവിരുദ്ധമായി സർക്കാർ കേന്ദ്രം ഭരിച്ചുകൊണ്ട് പോകുമ്പോൾ ഗ്യാസ് സിലിണ്ടറിന് ഉൾപ്പെടെ വില വർദ്ധിച്ച് വിലക്കയറ്റ രൂക്ഷമാകുമ്പോൾ അതിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്നും ഈ സർക്കാർ ഒറ്റപ്പെടുമ്പോൾ അജണ്ടയെ വഴിമാറ്റാൻ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഒരു ഭാഗം. രണ്ടാമത്തത്, പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. പിണറായി വിജയൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇന്ന് രാജ്യത്തിന്റെ ഒരു പ്രതീകമാണ്. മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന പോരാട്ടത്തിൽ
മാതൃകാപരമായ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള നിലപാടെടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ അത് തന്നെയാണ് കാതലായ അത് തന്നെയാണ് ഒരു പക്ഷേ RSSന്റെ ഈ വലിയ കുറ്റകൃത്യത്തിന്റെ കാരണം. ഇപ്പോൾ CPIM നേതാവ് റിയാസ് നിലനിൽക്കൂ, CPIM നേതാവ് A വിജയരാഘവൻ കൂടി ചേരുകയാണ്. ശ്രീ വിജയരാഘവൻ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് എന്നത് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ കൊല്ലാൻ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു RSS നേതാവ് നടത്തുന്നു. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണിത്. ഇത് എത്രത്തോളം ഗൗരവമായ കുറ്റകൃത്യമാണ്? RSS എന്ന് പറയുന്ന സംഘടനയുടെ സ്വഭാവം വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു സാധാരണ വിഷയങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പൊതു സാഹചര്യത്തിൽ ഇന്ത്യയുടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയ അവസ്ഥയിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന RSS വിരുദ്ധമായ നിലപാടുകളാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുള്ളത്. ആ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് പിണറായി വിജയൻ. നമ്മുടെ രാജ്യത്ത് ദേശീയ തലത്തിൽ RSSനെതിരായി ഉയർന്നു വരുന്ന ജനകീയ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും മേഖലയിലെ ഏറ്റവും മുന്നണി പോരാളി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വഹിക്കുന്ന പങ്കിനെയാണ് RSS ഭയപ്പെടുന്നത്. CPIM എന്നുള്ള പാർട്ടി ഇതിലെടുക്കുന്ന നിലപാടുകളെയും RSS ഭയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരെല്ലാം ഒരു മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും തുടർച്ചയായി കൺസിസ്റ്റന്റ് ആയ ഒരു നിലപാടാണ് നിത്യം ഇടതുപക്ഷവും സ്വീകരിച്ചു പോകുന്നത്. ആ നിലപാടിനെയാണ് RSS ഭയപ്പെടുന്നത്. ആ ഭയത്തിൽ നിന്നുകൂടിയാണ് ഈ അഭിപ്രായ പ്രകടനം വരുന്നത്. മാത്രമല്ല, ജനാധിപത്യ ഇന്ത്യയുടെ കഴിഞ്ഞ 7 പതിറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം RSS അല്ലെങ്കിൽ ഒരു സംഘടന എതിർപ്പുമായിട്ട് ബന്ദ് പ്രഖ്യാപിക്കുക, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനം നടത്തുന്നത്. ആദ്യമായിട്ടാണ് നമ്മളിത് കാണുന്നത്. പിണറായി കേരള ഹൗസിൽ പോയപ്പോ, ഡൽഹിക്ക് പോകുമ്പോൾ കേരള ഹൗസിന്റെ മുന്നിൽ പ്രകടനം നടത്തുക, കുഴപ്പമുണ്ടാകും. പിന്നെ ഭോപ്പാലിൽ ചെല്ലുമ്പോൾ അവിടെ കുഴപ്പമുണ്ടാക്കുക. ഇത് ജനാധിപത്യ 4 ദിവസം മുമ്പുണ്ടായ സംഭവങ്ങൾ. അത് തന്നെയാണ് ശ്രീ വിജയരാഘവൻ. ഒരുപക്ഷെ 20 MP-മാർ അല്ലെങ്കിൽ 29 MP-മാർ രാജ്യസഭയും ചേർത്ത് ഉള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് UP അടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളം. ഈ കേരളത്തിലെ പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ മാത്രം ഈ വിധത്തിൽ വലിയ ഭീഷണി RSS നടത്തുന്നു. മധ്യപ്രദേശിൽ ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി എന്ന പ്രിവിലേജ് പോലും ഉപയോഗിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. മംഗളൂരുവിൽ ആ വിധത്തിൽ തടയുന്നു. ഒരുപക്ഷെ പിണറായി വിജയനെതിരെ 1 കോടി രൂപ പരസ്യമായി ഇനാം പ്രഖ്യാപിച്ച് RSS മുമ്പോട്ട് വരുന്നു. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ? എങ്ങനെ കാണണം? അത് നമ്മൾ കണ്ട് ജനാധിപത്യ ഉള്ളടക്കം എന്ന് പറയുന്ന ഒന്നുണ്ട്. ജനാധിപത്യം ഉള്ളടക്കം ഒരിക്കലും RSSനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. RSS എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാകൃതമായ സംഘടനാ രീതികളും ചര്യകളും ഉപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും ആളുകളുടെ തലയിറക്കുക എന്നതിനായിരിക്കും അവരുടെ ഒന്നാം സ്ഥാനം. അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക പരിശീലനം നടത്തുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ വളരെ പ്രാകൃതമായ തലത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളോട് ആശയപ്രത്യശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം കായികമായി കടന്നാക്രമിക്കുകയും അതുപോലെ തന്നെ വളരെ തെറ്റായ രീതിയിൽ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് RSS പ്രവർത്തന രീതി. എപ്പോഴും അവരൊരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. മുസ്ലിം ആയിരിക്കും കുറെ ദിവസത്തെ ശത്രു, മറ്റൊരു സ്ഥലത്ത് ഇടതുപക്ഷമായിരിക്കും ശത്രു, വേറൊരിടത്ത് പിണറായി വിജയനെ പോലെയുള്ള നിലപാടുകൾക്കെതിരായ വളരെ കൃത്യതയാർന്ന സമീപനം സ്വീകരിക്കുന്നവരായിരിക്കും ശത്രു. ആ ശത്രുപക്ഷത്ത് ഒരാളായി സഭ പിണറായി അവർ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അവരുടെ പ്രവർത്തന രീതിയുടെ പ്രാകൃതത്തിന്റെ ഏറ്റവും വലിയ ബഹിഷ്കരണമാണിത്. അതിനെ അങ്ങനെയെങ്കിൽ ആ മാനത്തിൽ കൂടി ഈ ഘട്ടത്തിൽ ആ പരിപ്രേക്ഷ്യത്തിൽ കൂടി വിവക്ഷിക്കാവുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിന് മുഴുവൻ അപമാനമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കേരളത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു RSS നേതാവ് വന്നിട്ട് പറയുന്നു. ഇങ്ങനെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ ബാർബറിക്കായ പ്രാകൃത രൂപം കൈക്കൊള്ളുന്ന RSSന്റെ ശത്രുപക്ഷത്ത് ഇന്ത്യയിൽ നിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നത് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതല്ലേ? കേരളത്തിന് അഭിമാനിക്കാവുന്നതല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ കേരളം ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെതിരായിട്ട് അണിനിരക്കേണ്ടത്. നമ്മുടെ കേരളീയ മനസാക്ഷി ഒറ്റക്കെട്ടായി ഇതിനെതിരായിട്ട് അണിനിരക്കേണ്ട സന്ദർഭമാണിത്. അത് ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ പ്രവർത്തനത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം പിണറായി വിജയനോടൊപ്പം അണിനിരക്കുമെന്ന കാര്യത്തിനും യാതൊരു തർക്കമില്ല. അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഈ പ്രക്ഷോഭത്തിലും ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വലിയ കരുത്ത് നൽകുമെന്നതിലും ആർക്കും സംശയിക്കേണ്ടതില്ല. RSS ഉയർത്തിയ വെല്ലുവിളിയെ അതേ നാണയത്തിലായിരിക്കും കേരളവും പിണറായിയും കേരളത്തിന്റെ
ഇടതുപക്ഷവും ജനാധിപത്യ നേരിടാൻ പോകുന്നത്. ജനാധിപത്യത്തിൻ മാർഗത്തിൽ ഒരു പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 70-ൽ 26-ാമത്തെ വയസ്സുള്ളപ്പോഴാണ് കൂത്തുപറമ്പിനെ പ്രതിനിധീകരിച്ച് പിണറായി വിജയൻ ആദ്യമായി നിയമസഭയിലെത്തുന്നത്. ഒരു പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ പല RSS കൊലയാളികളെയും പിടിക്കുന്ന ഘട്ടത്തിൽ അവർ ഈ പിണറായിക്കാരൻ വിജയനെ കൊല്ലാനാണ് എത്തിയതെന്ന് പോലീസിന് മൊഴി ലഭിച്ച സംഭവങ്ങളൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്നു. ശ്രീ എ വിജയരാഘവൻ, ദയവായി തുടരൂ. ഇപ്പോൾ നമ്മോടൊപ്പം BJP നേതാവ് ജോർജ് കുര്യൻ കൂടി ചേരുകയാണ്. ശ്രീ ജോർജ് കുര്യൻ, എന്താണിത്? RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിനെ താങ്കൾക്കറിയാമോ? മധ്യപ്രദേശിലെ പ്രമുഖ് RSS പ്രമുഖ്. ഒരു കുന്തനെ എനിക്കറിയില്ല. ചന്ദ്രാവത്തിനൊരു നേതാവുണ്ട്, ഉജ്ജയിനെ പ്രതികരിക്കുന്ന RSSന്റെ പ്രമുഖ്. ആ പ്രമുഖായ RSS നേതാവ് പറഞ്ഞിരിക്കുകയാണ്, പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്, 1 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തല കൊയ്താലെന്ന്. എന്താണിത്? അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇത് ഡയറിൽ ഇങ്ങനെ പറയുന്നതനുസരിച്ച് എന്റെ വിഷ്വലോ ഓഡിയോ എന്തെങ്കിലും കേൾക്കാതെ പറയാൻ പറ്റില്ല. അതുടനെ വരും. അതായത് കൈരളിയല്ല, അത് ക്ലിയർ ചെയ്യാം. അതായത് ഒരു പ്രാദേശിക വാർത്താ ചാനലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസംഗം പുറത്തുവിടുന്നത്. അതിനുശേഷം ദേശീയ ചാനലുകളൊക്കെയും ഇത് വലിയ വാർത്തയായി കൈകാര്യം ചെയ്തിരിക്കുന്നു. അതെ, അദ്ദേഹം പറഞ്ഞത് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്ന രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ രാജ്യത്തെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ, ഈ കേരളത്തിലെ ഭരണത്തെ പറ്റിയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ അതിൽ നിന്ന് വരുന്നുണ്ട്. എന്താണ് കേരളത്തിന് വെളിയിലുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു മാനസികാവസ്ഥ. ശ്രീ ജോർജ് കുര്യൻ, കൊലവിളി നടത്തുന്നതോ? ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥയില്ലേ? ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്. ഈ വിധത്തിൽ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ളത് വിടൂ, മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു കൊലവിളി ഒരു RSSന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറയുന്നു. ഇന്ത്യയിൽ നിയമവ്യവസ്ഥയില്ലേ? അല്ല, നരേന്ദ്രമോദിക്കെതിരെ ഒരു കോൺഗ്രസ്സുകാരൻ ഇതുപോലെ നടത്തിയതാണ്. അതുപോലെ അത് നിയമപരമായിട്ടുള്ള നടപടിയെടുക്കാം. അയാളെ എന്ത് നടപടിയെടുക്കണം പറയൂ. അതെ, നടപടിയെടുക്കാൻ ശിക്ഷിക്കാം. പക്ഷേ അഖിലേന്ത്യാ അടിസ്ഥാനത്തില് ആൾക്കാർക്കും ജനങ്ങൾക്കും കേരളത്തെ പറ്റിയുള്ള ഒരു ധാരണ അത് കുറച്ച് വലിയ രീതിയിൽ വികൃതമായിട്ട് വന്നതാണത്. അപ്പൊ അതുകൊണ്ട് ഓരോ വികൃത രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരിക്കും, കേരളത്തെക്കുറിച്ച്. ശ്രീ ജോർജ് കുര്യൻ, കേരളത്തെക്കുറിച്ച് താങ്കൾ BJPയുടെ നേതാവാണ്. അതായത് കേരളത്തെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു ധാരണയുണ്ട് എങ്കിൽ അതിനെ ഈ കൊലവിളിയിലേക്ക് പരിണാമപ്പെടുത്താൻ നിങ്ങളുടെ RSSന് ആരാണ് അധികാരം നൽകിയത്? അത് MM മണിയുടെ പറഞ്ഞത് കേട്ടായിരിക്കുന്നേ. MM മണിയെ പോലെയുള്ള ഒരു നേതാവായിരിക്കും അത്. അപ്പൊ അതിന് കേസെടുക്കും. കേസെടുക്കുക, അങ്ങനെയുള്ള നടപടിയൊക്കെ ഉണ്ടാകും. അപ്പൊ ഇവിടെ നിന്നാണല്ലോ ഇതെല്ലാം തുടങ്ങുന്നത്. കാരണം ഇവിടുത്തെ മാർക്സിസ്റ്റുകാരുടെ കൊലവിളിയും കൊലപാതകവും എല്ലാ ദിവസവും അഖിലേന്ത്യാ തലത്തിൽ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് സമതല തെറ്റി ആരെങ്കിലും പറഞ്ഞതായിരിക്കും. എന്നോർത്തന്റെ ഇവിടുത്തെ ഈ കൊലപാതകം ഇല്ലാതാകുന്നില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഒരു കാര്യം പരിശോധിക്കപ്പെടേണ്ടത്, താങ്കൾ ഈ വാർത്തയെ പോലും ഒരു കേരളീയനും മലയാളിയുമായിരുന്നിട്ട് പോലും അതിനെ താങ്കൾ പരിഹാസത്തോടു കൂടിയാണ് കാണുന്നത് എന്നതാണ്. മുഖ്യമന്ത്രിയെ പോലെ കേരളത്തിന്റെ പ്രമുഖനായ 22ാമത് മുഖ്യമന്ത്രിയെ കുറിച്ച് ഇത്തരത്തിൽ കൊലവിളി നടത്തിയപ്പോൾ അതൊരു RSSകാരനാണ് എന്നതിന്റെ പേരിൽ താങ്കൾ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യല്ല സുഹൃത്തെ, കൂടെ നടക്കുന്നവർ മരിച്ചു വീഴുകയാണ്. അതിന്റെ പേരിൽ ഞാൻ അഭിമാനിക്കാം. പിണറായി വിജയൻ ചിന്താവാദം എന്ന് വിളിക്കാം, കേരള സർക്കാർ ചിന്താവാദം എന്ന് വിളിക്കാം. ഇന്നലെ കൂടെ നടന്നവൻ ഇന്ന് മരിച്ചു വീഴുന്നു. നിങ്ങളുടെ സഹാക്കന്മാരാണ് കൊല്ലുന്നത്. അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പോകുന്നുണ്ട്. അത് കേട്ടിട്ട് സമതല തെറ്റി ആരെങ്കിലും വിളിച്ചു പറഞ്ഞതായിരിക്കും. ഇങ്ങനെ ആൾക്കാർക്ക് സമതല തെറ്റ് നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് RSS നേതാവിന്റെ ഇത്തരത്തിലുള്ള കൊലവിളിയെ സമതല തെറ്റിയ ഇതിന്റെ സ്വാഭാവികത താങ്കൾ നൽകുന്നു. അതിന്റെ അർത്ഥം അതിനെ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നു. എന്റെ സുഹൃത്തെ, നിങ്ങളുടെ ആ കൂടെയുള്ളവരോട് പറ, കൊലപാതകം നിർത്താൻ പറ. അങ്ങനെയാകുമ്പോ ആൾക്കാർക്ക് സമതല തെറ്റിയല്ല. എല്ലാ ദിവസവും നാളെയും കൊല്ലും, അപ്പൊ സമതല തെറ്റും. ആൾക്കാരിങ്ങനെ വിളിച്ചു പറയാം, അവർക്കൊക്കെ കേസെടുക്കുന്നേ. പക്ഷെ നിങ്ങൾ ഈ കൊലപാതകം നിർത്തണ്ടേ? 526 രക്തസാക്ഷികൾ CPIM-നും ഉണ്ടായിട്ടുണ്ട്. അത് ഇടിവെട്ടേറ്റ് സംഭവിച്ചതല്ലല്ലോ ശ്രീ ജോർജ് കുര്യൻ. അല്ലെന്നേ, കമ്മ്യൂണിസ്റ്റുകാർ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റുകാർ എല്ലായിടത്തും കയറി കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുകയാണ്.
അത് നിങ്ങൾ മനസ്സിലാക്കണം. ആർക്കെങ്കിലും സമനില തെറ്റിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും. പക്ഷെ ഈ കൊലപാതകം ഇവിടെ നിർത്തണ്ടേ? ഇവിടെ നിർത്തിയില്ലെങ്കിൽ അവിടെ സമനില തെറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? അതാണ് ജോർജ് കുര്യൻ, അവിടെയാണ് കാതലായ പ്രശ്നം ഇരിക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ, അവിടെയാണ് കാതലായ പ്രശ്നം ഇരിക്കുന്നത്. അതായത് എന്ത് രാഷ്ട്രീയമായ സംഘർഷങ്ങൾ ഉണ്ടായാലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാലും ഈ ജനാധിപത്യ നാട്ടിൽ ഒരു മുഖ്യമന്ത്രിയെ കൊലവിളിയിലേക്ക് ഒരു RSSന്റെ പ്രമുഖ നേതാവ് പോകാൻ പാടുണ്ടോ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യമായി ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ നിലനിൽക്കൂ. ഇപ്പോൾ വിജയരാഘവൻ, CPIM നേതാവ് വിജയരാഘവൻ ചേരുന്നു. ശ്രീ വിജയരാഘവൻ, ജോർജ് കുര്യൻ പറഞ്ഞത് കേട്ടല്ലോ. അല്ല, ഇതില് നമ്മൾ കണ്ടെന്ന് വെച്ചാല് നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ അക്രമം എന്നുള്ളത് ദൈനംദിന പാർട്ടി പ്രവർത്തനമാക്കിയ സംഘടനയാണ് RSS. എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ RSS അതിക്രമങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഭാഗം ജീവൻ നഷ്ടപ്പെട്ടവരെ കുറിച്ച് വർഗീയ സംഘർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ, ജീവഹാനികൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ചരിത്രമായി കിടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ RSS ചെയ്യുന്ന ഒരു പ്രവർത്തനം വളരെ വലിയ വ്യാജ പ്രചരണങ്ങൾ ദേശീയ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-നെതിരായിട്ടും കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ടുമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ RSS സാധാരണ നടത്തുന്നതാണ് ഒരു വ്യാജ പ്രചരണ രീതി. അത് കാരണം അവരുടെ അക്രമത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ സാധാരണയായിട്ട് നടത്തുന്നത്. ഇതിനെയും നമ്മൾ കണ്ടത് RSS കെട്ടഴിച്ചുവിടാൻ പോകുന്ന കൂടുതൽ അക്രമോത്സുകമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്ക് സ്വാഭാവികമായ അംഗീകാരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ പ്രചരണത്തിന്റെ ഭാഗമാണ്. അത്തരൊരു പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ എടുത്താൽ മതി. പക്ഷെ ഇതിന്റെ പിന്നെ നമ്മൾ കണ്ടത് രാജ്യത്തൊരു ഭരണഘടനയും ജനാധിപത്യ വ്യവസ്ഥയുണ്ട്. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ വ്യാപകമായ അക്രമം കെട്ടഴിച്ചു വിടാൻ പോകുന്നു, കേരളത്തിൽ പോലും അക്രമത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വലിയ ഒരു മുന്നറിയിപ്പ് ഇതിന്റെ പിന്നിലുണ്ട്, ഒരു ഭീഷണിയും അതിന്റെ പിന്നിലുണ്ട്. അതിന് കീഴടങ്ങിക്കൂടാ എന്നുള്ളതാണ്. രാജ്യത്തുള്ള മുഴുവൻ ആളുകളും സമാധാന കക്ഷികളും ഈ തെറ്റിനെക്കുറിച്ച് ഒന്നിച്ച് അണിനിരക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാര്യം. അക്കാര്യത്തിൽ ഇത്തരം ഭീഷണികളുടെ മുന്നിൽ ചൂളി നിൽക്കുക എന്നുള്ളതില്ല, അതിനോട് പ്രതിപ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കീഴടങ്ങിക്കൂടാ ഈ നാളുകൾ. അതാണ് ജോർജ് കുര്യൻ, അതാണ് സംശയം. അതായത് പിണറായി വിജയൻ മധ്യപ്രദേശിൽ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ എതിർക്കുന്നു, മംഗളൂരുവിലെത്തുമ്പോൾ അവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് കേരളത്തിന്റെ കേവലം 29 MP-മാർ മാത്രമുള്ള കേരളത്തെ പോലെ ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം നിങ്ങൾ നീങ്ങുന്നു? എന്താണ് നിങ്ങളുടെ അജണ്ട? അല്ല, കൊലപാതകം ഇവിടെ മാത്രമേ നടക്കുന്നുള്ളൂ. നിങ്ങളൊരു മാധ്യമക്കാരനല്ലേ? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഇതുപോലെ കൊലപാതകങ്ങൾ നടക്കുന്നത്? വേറെ എവിടെയും നടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് BJP ഭരിക്കുന്ന ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലാണ്. ആ ലിസ്റ്റിൽ കേരളം 18ാമത് പോലും എത്തുന്നില്ല. ഒരു പക്ഷെ അതിന്റെ ഏറ്റവും പുതിയ കണക്കുകളാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പുറത്തെത്തിയത്. അത് താങ്കൾക്ക് പരിശോധിക്കാം. ജനങ്ങൾ വായിച്ചതാണ് പത്രങ്ങളില്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദില്ലി, ഗുജറാത്ത്, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്. 18ാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം നോക്കിക്കോ. അതെന്താണ് ആ കൊലപാതകത്തിന് മാത്രം പ്രത്യേകത? കൊലപാതകം, ക്രൈം, താങ്കളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്കനുസരിച്ച് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയ സുഹൃത്തെ, നിങ്ങൾ അതിക്കൂടെ വന്നയാളാണ്. അതുകൊണ്ട് കൊല്ലുന്നതാണ് ശരിയെന്ന്, രാഷ്ട്രീയ പ്രതിയോഗിയെ കൊല്ലുന്നതാണ് ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ അകത്ത് റീഡറാക്കിയിരിക്കുന്നത്. എന്റെ ജോർജ് കുര്യൻ, നിങ്ങൾ വാദിയെ പ്രതിയാക്കുന്നു. നിങ്ങളാണ് കൊലവിളി നടത്തിയത്. RSSന്റെ നേതാവ് ശ്രീ ജോർജ് കുര്യൻ ഒന്ന് കേൾക്കൂ. ശ്രീ ജോർജ് കുര്യൻ ഒന്ന് കേൾക്കൂ. ശ്രീ ജോർജ് കുര്യൻ, കൊലപാതകത്തിന് എന്താ പ്രത്യേകത എന്ന് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ കൊലപാതകം ശരിയാണെന്ന് വിശ്വസിച്ചു. കൊലപാതകം, ക്രൈം, ആ അർത്ഥത്തിലാണ് ഞാൻ എടുത്തത്. നിങ്ങൾ മാധ്യമ പ്രവർത്തകനാണോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് പറഞ്ഞത് ക്രൈം എന്ന രീതിയിൽ എടുത്തത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ക്രൈമിൽ 1ാമത് ദില്ലിയും 2ാമത് ഗുജറാത്തും 3ാമത് മധ്യപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ 18ാമത്തെ സ്ഥാനമാണ് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം കേരളത്തിന്റെ സ്ഥാനമുള്ളത്. അവിടെ എവിടെയാണ് നിങ്ങൾ കൊലപാതകം കേരളത്തെ 1ാമതാക്കുന്നത്? അത് വസ്തുതാപരമായി തെറ്റ്. പോകട്ടെ, താങ്കൾ വിഷയത്തെ മാറ്റാനുള്ള കുതന്ത്രം ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ശ്രീ കട്ട് ആൻഡ് ഡ്രൈഡ് ആകാം. ശ്രീ ജോർജ് കുര്യൻ കട്ട് ആൻഡ് ഡ്രൈഡ് ആകൂ. അതായത് കൈരളി വിടൂ. ശ്രീ ജോർജ് കുര്യൻ കട്ട് ആൻഡ് ഡ്രൈഡ് ആകൂ. ശ്രീ ജോർജ് കുര്യൻ താങ്കൾ എത്ര പേരെ സഹായിച്ചു?
എത്ര ന്യായീകരിച്ചു? കൈരളി ചാനലിന്റെ സഹായത്തോടുകൂടി 18 പേരെ കൊന്നു എന്ന് ഞാൻ പറയുന്നു. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ശ്രീ ജോർജ് കുര്യൻ അത് മറ്റൊരു വിഷയം. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ വിദഗ്ധമായി താങ്കൾക്കെതിരായി വന്ന, താങ്കളുടെ പ്രസ്ഥാനത്തിനെതിരായി വന്ന ആരോപണത്തെ വഴിതിരിച്ചു വിടാനുള്ള കുതന്ത്രത്തിൽ വീഴാൻ ഞാനില്ല. ശ്രീ ജോർജ് കുര്യൻ മധ്യപ്രദേശിലെ ഒരു RSS നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ കൊലവിളിയാണ് വിഷയമായി എത്തിയിരിക്കുന്നത്. അതിന് മറുപടി പറയൂ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ശ്രീ ജോർജ് കുര്യൻ. അതിന് ആരെങ്കിലും മധ്യപ്രദേശിൽ പാണ്ട് വിളിച്ചു പറഞ്ഞെങ്കിൽ നിങ്ങളാണ് ഉത്തരവാദി. നിങ്ങൾ ഈ ചാനൽ ഉൾപ്പെടെയുള്ളവരെ സഹായിച്ചിട്ടാണ് 18 പേരെ കൊന്നത്. അവിടെ ശരി ജോർജ് കുര്യൻ, ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് മലയാളിയായ കേരളീയനായ ജോർജ് കുര്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊല്ലണമെന്ന RSS വാദത്തെ ഇൻഡയറക്റ്റ് ആയി സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്.